ഹായ് ദേവികയുടെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഉമ്മയുടെയും മോൻ്റെയും കഥയായാലോ? നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ ലൈക്കും നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉമ്മയുടെയും മോൻ്റെയും ആ പ്രണയ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? ഈ സംഭവം നടക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു ഇടത്തരം ഫാമിലി. ഉമ്മയും മോനും ഒറ്റയ്ക്കാണ് താമസം. ഉമ്മയുടെ പേര് സഫിയ. ഒരു 40-നടുത്ത് പ്രായമുണ്ട്. സുന്ദരിയാണ്. പൊക്കം കുറവാണ്. പക്ഷേ ആവശ്യ സാധനങ്ങളൊക്കെ വേണ്ടുവോളം. അല്ലെങ്കിലും താത്ത പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയാനുണ്ടോ? കൊഴുപ്പും തുടുപ്പും ഒരു പടിക്ക് മുൻപിലായിരിക്കുമല്ലേ. എപ്പോഴും ചുരിദാറാണ് വേഷം. തലയിൽ തട്ടമിടാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഭർത്താവ് ഗൾഫിൽ നിൽക്കുന്നത് കൂടെ ഉമ്മയ്ക്ക് മോനുണ്ടല്ലോ എന്നുള്ള ഒറ്റ ധൈര്യത്തിലാ. മോന്റെ പേര് അജ്മൽ. അവനിപ്പോൾ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന്റെ കാര്യത്തിന് പിന്നാലെയാണ്. ചെറുപ്പം തൊട്ടേ എക്സസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാൽ ചില്ലറ ഇഷ്ടമൊന്നുമല്ല. അവന്റെ ആഗ്രഹം കണ്ടുകൊണ്ടാണ് വീട്ടിലൊരു ട്രെഡ്മില്ലും പിന്നീട് എക്സസൈസ് ചെയ്യാനുള്ള മറ്റ് ആക്സസറീസും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. ഉപ്പയുടെ ആഗ്രഹം പോലെ തന്നെ അതെല്ലാം അവൻ നന്നായി യൂസ് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒന്നാന്തര 6 പാക്ക് ഉള്ളത് ഇവന് മാത്രമാ. 6 പാക്ക് മാത്രമല്ല കേട്ടോ, ആവശ്യത്തിന് പ്രോട്ടീൻ ഡ്രിങ്കും നല്ല ഡയറ്റ് പ്ലാനും അതിനോടുള്ള അടങ്ങാത്ത കൊതിയും ആവേശവും കൊണ്ടായിരിക്കും നല്ല സെറ്റ് ബോഡിയായി. ഈ 21-ാം വയസ്സിൽ ഇങ്ങനെ ബോഡി സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ആയിരിക്കില്ലല്ലേ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതെ, അവൻ വേർപ്പൊഴുക്കി തന്നെ നേടിയെടുത്ത ശരീരമാണത്. അവന്റെ ഉമ്മ നാട്ടിലെ പേരുകേട്ട സുന്ദരിയാ. സഫിയയുടെ മോനല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനെ അറിയും. ഇപ്പോൾ സ്വന്തമായി ഒരു പേരുണ്ടാക്കിയെടുക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടിലുള്ള ആ ജിമ്മിൽ തന്നെയാണ് അവൻ പഠിപ്പിക്കുന്നത്. ട്രെയിനറായി കയറുമ്പോൾ അവൻ ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. സഫിയയാണ് അവരെല്ലാ അർത്ഥത്തിലും ധൈര്യം കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഉപ്പയും ഉമ്മയും ഒന്നിച്ചു നിർത്തിച്ച് അവൻ ജിമ്മിലെ ഓരോ കാര്യങ്ങളും ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ പറയും, മോൻ ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചു തന്നിരുന്നല്ലേ, അതുപോലെ പറഞ്ഞു കൊടുത്താൽ മതി. ഓരോരുത്തർക്കും വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. ആ കോൺഫിഡൻസിൽ അവൻ ട്രെയിനറായി ജോയിൻ ചെയ്തു. പിന്നീട് വെച്ചടി കയറ്റമായിരുന്നു. പേഴ്സണൽ ട്രെയിനിങ് എടുക്കാനായിട്ട് അജ്മലിന്റെ അടുത്ത് മാത്രമായി ആൾക്കാർ വരാൻ തുടങ്ങി. അവനെപ്പോഴും പറയും, എനിക്കിതിന് ധൈര്യം തന്നത് ഉമ്മയാ, ഈ ക്രെഡിറ്റ് ഉമ്മയ്ക്ക് മാത്രമുള്ളതാണ്. നല്ല സന്തോഷമായി പോകുന്ന ഫാമിലി. അതിനിടയിൽ എപ്പോഴോ ഒരപകടം പറ്റി സഫിയയ്ക്ക്. ഒരു കൈയും കാലും ഒന്നിച്ച് ഉളുക്കി പോകുന്ന സംഭവം. ഡോക്ടർ പറഞ്ഞത് പൂർണ്ണമായി റെസ്റ്റ് എടുക്കണമെന്നാണ്. 1 മാസത്തോളം ഒരുപാട് ദേഹമനങ്ങാതെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്ത് ഉമ്മയ്ക്ക് വേണ്ട സഹായമൊക്കെയായി അജ്മൽ കൂടെ നിന്നു. ആ മോനോട് എത്ര നന്ദി പറഞ്ഞാലും ഉമ്മയ്ക്ക് മനസ്സിലാവില്ല. ഉപ്പയ്ക്ക് ഒരു ടെൻഷനും ഇല്ല വീട്ടിലെ കാര്യത്തിൽ. കാരണം മോനവിടെ ഉണ്ടല്ലോ. അവൻ നല്ല ഒന്നാന്തരം ഓൾറൗണ്ടറാണ്. ഒരു കുറവുമില്ലാതെ ഉമ്മയെ നന്നായി നോക്കുമെന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാം. മോനെ ഉമ്മയെ നോക്കണട്ടോ എന്ന് ഒരിക്കൽ പോലും അജ്മലിനോട് പറയേണ്ടി വന്നിട്ടില്ല അവന്റെ ഉപ്പയ്ക്ക്. അങ്ങനെ ഉമ്മ ഓക്കെ ആയി. അപ്പോഴേക്കും ഒരു പ്രശ്നം പറ്റി. പഴയ ഡ്രസ്സുകളൊന്നും പാകമാവുന്നില്ല. ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ഉമ്മയ്ക്ക് ഓരോ പരാതി തന്നെ. കൈ ടൈറ്റാണ്, അര ടൈറ്റാണ്, കാല് കയറുന്നില്ല. എന്റെ ഈശ്വരാ, ഇതെന്താ അവസ്ഥ? അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം പറഞ്ഞു. ഉമ്മ ഈ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം വെറുതെ ഇരിക്കുമ്പോ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല അല്ലേ? നമ്മൾ സാധാരണ ദിവസം പോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഉമ്മ ഇങ്ങനെ കിടന്നു, റെസ്റ്റ് എടുത്തു. ദേഹം മൊത്തം അതിന്റെ ഫാറ്റ് കയറിയിട്ടുണ്ട്. മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ പണി പാളൂട്ടോ. ഒന്ന് പോടാ അവിടുന്ന്. എന്നെ വർക്കൗട്ട് ചെയ്യിക്കാൻ വന്നിരിക്കുന്നു അവൻ. നിന്റെ ട്രെയിനിങ് ഒക്കെ അങ്ങ് ജിമ്മിലെ പിള്ളേരുടെ അടുത്ത് മതി. ഓ എന്നാ ആയിക്കോട്ടെ. അജ്മൽ ചിരിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സഫിയയ്ക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. 2ഓ 3ഓ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും വല്ലാതെ കിതയ്ക്കുന്നു. ഒരിക്കൽ തലചുറ്റി വീഴാൻ പോയി. അജ്മൽ അപ്പോഴേക്കും അതിന്റെ സീരിയസ്നെസ് പറഞ്ഞു കൊടുത്തു. ഉമ്മ, ഞാൻ തമാശ പറഞ്ഞതല്ല, ഹാർട്ട് അറ്റാക്ക് വരെ വരൂട്ടോ. മര്യാദയ്ക്ക് ബോഡി ശ്രദ്ധിച്ചോ. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേട്ടൂടെ. മനസ്സില്ലാ മനസ്സോടെ അവർ അവന്റെ ഒപ്പം ഇനി മുതൽ ട്രെയിനിങ്ങിന് വരാമെന്ന് സമ്മതിച്ചു.
ഉമ്മയെ ജിമ്മിൽ കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ ഫിറ്റാക്കി എടുക്കണമെന്നും അവൻ അതുപോലെ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തുവന്നത്. അജ്മലിന് സന്തോഷമായി. അവൻ അതിനു വേണ്ടി ജിമ്മിലേക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ മേടിച്ചുകൊണ്ടാണ് പിറ്റേ ദിവസം വീട്ടിൽ വന്നത്. ടീഷർട്ടും ട്രാക്ക് പാൻറ്റും അതിനൊപ്പം മറ്റു പല ആക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ രാവിലെ പോണം, ഒരു 6 മണിയാവുമ്പോൾ. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. നമുക്ക് എല്ലാ മെഷീനിലൊക്കെ കയറാൻ രാവിലെ പോകുന്നതാ നല്ലത്. ആദ്യത്തെ കുറച്ച് ദിവസം ഉമ്മ എൻ്റെ കൂടെ നിന്ന് വാമപ്പ് മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാലോ. അവൻ ഉമ്മയോടായി പറഞ്ഞു. ഞാൻ വരാമെന്നൊക്കെ ഉള്ളത് ശരി തന്നെ. പക്ഷേ നീ ഈ കുപ്പായമൊക്കെ ആർക്ക് വാങ്ങിയതാ? ഉമ്മയ്ക്ക് തന്നെ. എനിക്കോ? ഒന്ന് പോയടാ. ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ട് തന്നെയാ വരുന്നത്. അതിട്ടിട്ട് എനിക്കെന്താ നിന്റെ ജിമ്മിൽ കയറാൻ വയ്യേ? അയ്യോ ഉമ്മ, അത് പറ്റില്ല. അവിടെ ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതും ഷൂസും ഒക്കെ നിർബന്ധമാണ്. എന്നാ ഞാൻ വരുന്നില്ല നിന്റെ ജിമ്മിൽ. ഉമ്മ പിണങ്ങി മാറിയിരുന്നു. അവനറിയാം ഇപ്പോഴൊന്നും പറഞ്ഞാൽ ഏശില്ലാന്നു. കൊച്ചുകുട്ടിയെപ്പോലെ കൊഞ്ചിക്കൊണ്ട് അവൻ വന്ന് സഫിയയുടെ മടിയിൽ കിടന്നു. എൻ്റെ നല്ല ഉമ്മയല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. കള്ളൻ. ഇപ്പോൾ അവൻ്റെ ഭാവം നോക്ക്, ചെറിയ കുഞ്ഞിനെ പോലെ. അല്ലാത്തപ്പോ എൻ്റെ ഉപ്പയാവാനാ അവൻ്റെ മട്ട്. മോനെ, ഉമ്മയ്ക്ക് വയ്യ, നാണാടാ ഈ വസ്ത്രമൊക്കെ ഇട്ട്. ഈ പ്രായത്തിൽ എല്ലാവരും കളിയാക്കും. ചുരിദാറിട്ട് ഒരു ദിവസം ഞാൻ വന്ന് നോക്കിക്കോട്ടെ പ്ലീസ്? ഓക്കെ, എന്നാൽ എൻ്റെ ഉമ്മക്കുട്ടി പറയുന്നത് പോലെ തന്നെ. നാളെ നമുക്ക് ചുരിദാറിട്ട് പോകാം. ഒരു ദിവസത്തേക്കുള്ള പെർമിഷനൊക്കെ ഞാൻ അവിടുന്ന് ഉമ്മാൻ്റെ പേരിൽ എടുത്തോളാം. രണ്ടുപേർക്ക് സന്തോഷമായി. അല്ല, വാ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് രണ്ടാളും കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം ജിമ്മിലേക്ക് പോവാൻ ചുരിദാറും തട്ടവും ഒക്കെ ഇട്ട് സഫിയ റെഡിയായി. ആഹാ, എന്താ ഉഷാറ് ജിമ്മിൽ പോവാൻ. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പേടിയുണ്ടല്ലേ? ഉമ്മ അവൻ്റെ തലയിൽ തഴുകി. പേടി ഉണ്ടായിട്ടല്ല മോനെ, നിന്നെ നല്ലൊരു കരയ്ക്കെത്തിക്കുക. നിന്റെ ഉപ്പ ഒറ്റയ്ക്കാവും, ഈ വീട് അനാഥമാകും. അങ്ങനെ ഉമ്മമാർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ? അതുകൊണ്ടാ. അല്ലാതെ ഉമ്മയ്ക്ക് ഒരു പേടിയില്ല. അവനും പെട്ടെന്ന് ഉമ്മയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഇമോഷണലായി. ഒരുപാട് കാലമൊന്നും പാവം ഉപ്പയുടെ കൂടെ സന്തോഷിച്ച് ജീവിച്ചിട്ടില്ല. ഉപ്പയുടെ ഉമ്മ മഹാവില്ലത്തിയായിരുന്നു. അവിടെ വെച്ച് അടിയുണ്ടാക്കിയാണ് ഒടുവിൽ ഉമ്മയും ഉപ്പയും വീട് മാറിയത്. ഉപ്പ ഗൾഫിൽ പോയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായി വല്ലാതെ മെച്ചപ്പെട്ടു. അപ്പോഴേക്കും വന്ന് പിരിഞ്ഞു പോയവരൊക്കെ ഒട്ടാൻ വന്നിരുന്നു. ഉപ്പ ആരെയും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മളെ പറ്റിക്കാനായിട്ടുള്ളവരില്ല, എന്നാൽ അതുപോലെ ഒരാവശ്യത്തിന് ഓടി വരാനുള്ളവരും ഇല്ല. ഉപ്പ അവിടെ ആയിരുന്നപ്പോൾ തന്നെ വളർത്താനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ. ഓരോ കാര്യത്തിനും ഉമ്മയ്ക്ക് ടെൻഷനാ. ഇപ്പോഴാണ് ഉമ്മ സ്വന്തമായി അവനവൻ്റെ കാര്യമെങ്കിലും ചെയ്തു തുടങ്ങുന്നത്. ഇത്രയും കാലം എനിക്ക് വേണ്ടിയല്ലായിരുന്നോ? ഇനിയത്തെ കാലം ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാ. അല്ല, പോകണ്ടേ? എന്താ ചിന്തിക്കുന്നേ? ഉമ്മ കൊലുക്കി ഉണർത്തുമ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു. ബാ പോകാം. അജ്മലിന്റെ വണ്ടിയുടെ പുറകിൽ കയറി സന്തോഷത്തോടെ സഫിയ ഇരുന്നു. ഇപ്പോൾ ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ അവൾക്കൊരു പുതിയ ഊർജം, ആദ്യമായിട്ട് വരുന്നത് പോലെ. ജിമ്മിന്റെ കഥക് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കൗതുകമായിരുന്നു. ഓരോ മെഷീൻസിന്റെയും അടുത്ത് ഓടിച്ചെന്ന് കൗതുകത്തോടെ നോക്കി. അതെന്തിനാ ഇതെന്തിനാ എന്നൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ അവനൊരു കൊച്ചുകുട്ടിയെ പോലെ ഉമ്മയോടുള്ള വാത്സല്യത്തിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മയ്ക്ക് ഇപ്പൊ തന്നെ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ, ചെറുപ്പമായിരിക്കുന്നത് പോലെ. മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അജ്മലിന് ഉമ്മയോട് ഇഷ്ടം കൂടി വന്നു. എന്ത് സുന്ദരിയാണ് തൻ്റെ ഉമ്മ. ഉപ്പയ്ക്ക് എങ്ങനെയാണ് ഉമ്മയെ ഇവിടെ തനിച്ചു നിർത്തി പോരാൻ തോന്നിയത്? പാവം, ഈ സൗന്ദര്യമൊക്കെ നശിച്ചു തുടങ്ങുന്നുണ്ട്. തലമുടിക്കൊക്കെ നരവീണ് തുടങ്ങുന്നു. തൻ്റെ ഉമ്മയ്ക്ക് പ്രായമായി. അതോർത്തപ്പോൾ അവന് സഹിക്കുന്നില്ല. വർക്കൗട്ട് ചെയ്ത് കുറച്ച് ഡൈയും അടിച്ചാൽ ഉമ്മ സെറ്റാവും. അവൻ മനസ്സിലോർത്തു. ബാ, നമുക്കിവരെയൊക്കെ പരിചയപ്പെടാം. അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതാണ് തൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി പരിചയപ്പെടുത്താൻ അവന് വല്ലാത്ത അഭിമാനമായിരുന്നു. മകനെ ചേർത്ത് നിർത്തി ഉമ്മയും അതെല്ലാം ആസ്വദിച്ചു. ഒടുവിൽ അവൻ വാമപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഉമ്മ വല്ലാതെ കുഴങ്ങിയിരുന്നു. അവിടെ ഇരിക്ക്, റെസ്റ്റ് എടുക്ക്, പതുക്കെ ചെയ്താൽ മതി കേട്ടോ നമുക്ക്. ശരി. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ കർക്കശക്കാരനായി പെരുമാറുന്ന അജ്മലിലെ മാഷിനെ കണ്ടപ്പോഴും ഉമ്മയ്ക്ക് ചിരി വന്നു. ഈശ്വരാ, എന്റെ മടിയിൽ കിടന്നിരുന്ന ആ പൊട്ടച്ചക്കൻ ഇപ്പൊ എത്ര വലുതായി. ആൾക്കാരെ നിയന്ത്രിക്കുന്ന വലിയ മാഷായിരിക്കുന്നു. അവന്റെ വളർച്ചയിൽ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു.
മാത്രമല്ല ഓരോ മെഷീനിൽ കയറി എക്സസൈസ് ഒക്കെ കാണുമ്പോൾ അവന്റെ മസിലിനുള്ള ആ എക്സ്പാൻഷൻ എത്ര വലുതാണെന്ന് അവരറിഞ്ഞു. ശരമഞ്ചരത്തിലെ ജയനെ പോലെ ഒരു നിമിഷം തോന്നിപ്പോയി സഫിയയ്ക്ക്. അവന്റെ മുതുകിൽ നിന്നിട്ടുള്ള ആ വ്യൂ കണ്ടപ്പോഴേക്കും തികച്ചും അവർ ഞെട്ടിപ്പോയി. എന്റെ അള്ളോ, ഇതെന്റെ കുഞ്ഞ് തന്നെയാണോ? തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോഴേക്കും അവര് താൻ എന്തൊക്കെയാണ് ആലോചിച്ചത് എന്നോർത്ത് സ്വന്തം തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്തു. ശോ, നീ പോയി ആ കുപ്പായം എടുത്തിട്, ഇങ്ങനെ ഷർട്ടൈസ് നടക്കല്ലേ, ഇവിടെ ഉള്ളവരൊക്കെ നോക്കി ആ കണ്ണ് തട്ടും. ആഹാ, തുടങ്ങിയല്ലോ ഉമ്മക്കുട്ടി, നമുക്കിനി ബാക്കി ചെയ്യാം. ശരി. അത് കഴിഞ്ഞ് അവൻ ട്രെഡ്മില്ലിൽ കയറാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും ആ പാൻറിന്റെയും ടോപ്പിന്റെയും ഒക്കെ ഡിസ്കംഫർട്ട് കൊണ്ട് ഉമ്മ പലപ്പോഴായി വീഴാൻ പോയിരുന്നു. അവനാകെ ടെൻഷനായി. വേണ്ട ഉമ്മ, ഇത് ചെയ്യണ്ട. ഇല്ലടാ, കുഴപ്പമില്ല, ഇത് ഞാൻ ചെയ്യാം, എനിക്കിത് ഇഷ്ടമായി. അപ്പോഴേക്കും ഷോൾ അവിടെ എവിടെയോ കുരുങ്ങി ഉമ്മ പതിയെ വീഴാൻ പോയിരുന്നു. അജ്മൽ താങ്ങി പിടിച്ചത് കൊണ്ട് മാത്രം ഉമ്മ വീഴാതെ രക്ഷപ്പെട്ടു. എമർജൻസി ബട്ടൺ ഞെക്കി അവർ താഴേക്ക് ഇറങ്ങി. അവന്റെ മുഖം വല്ലാതെ ദേഷ്യം കൊണ്ട് വലിഞ്ഞിരുന്നു. ഉമ്മയോട് ഞാൻ എത്ര പറഞ്ഞതാ, ഈ ഡ്രസ്സൊന്നും ഇട്ടിവിടെ പറ്റില്ലെന്നേ. നമുക്ക് വേറെ കാര്യമുണ്ടായിട്ടൊന്നുമല്ല, അപകടം സംഭവിക്കാതിരിക്കാനാ ഇത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ പറയുന്നേ. ഉമ്മയ്ക്ക് ഇത് കേൾക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം. ഉമ്മയുടെ മുഖവും വല്ലാതെ സങ്കടത്തോടെ വിങ്ങി വന്നു. എനിക്കറിയില്ലായിരുന്നടാ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നു. സോറി മോനു. എന്നാൽ ഓക്കെ, നമുക്കെന്നാ നാളെ ബാക്കി ചെയ്താൽ മതിയോ? ഇന്ന് ഉമ്മ ടയേർഡായില്ലേ? രണ്ടാളും ഒന്നിച്ച് വീട്ടിലെത്തി. അടുത്ത ദിവസമായപ്പോഴേക്കും അജ്മൽ കൊണ്ടുവന്നിരുന്ന ആ ഡ്രസ്സൊക്കെ ഉമ്മയൊന്ന് ധരിച്ചു നോക്കിയിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര, ഇതെന്താ കാണുന്നേ? അരയ്ക്ക് ചുറ്റും ഒരു ടയർ പോലെയുണ്ട് കൊഴുപ്പ്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ കേട്ടോ അധികമെന്ന് പറയാൻ. ബാക്കി ഒരു സ്ഥലത്തും ഇതുപോലെ ഫാറ്റൊന്നും അടിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഈ കുടവയറ് തന്നെയാണ് ഒരു വില്ലൻ. ബാക്കി ഭംഗിയൊക്കെ ആ ടീഷർട്ട് ഇട്ടപ്പോൾ കണ്ണാടി നോക്കി എത്ര നോക്കിയിട്ടും സഫിയയ്ക്ക് മതിയാവുന്നില്ല. മുടി ഇങ്ങനെ അഴിച്ചിടണ്ട, പൊക്കി വയ്ക്കാം, അങ്ങനെയാണല്ലോ സിനിമയിലൊക്കെ. സഫിയ മുടി പൊക്കി കെട്ടി ഒരു ക്ലിപ്പും ഇട്ട് വെച്ചു. നല്ല അസൽ ഫ്രീക്കത്തി തന്നെ. ഷോളിടാതെ ആദ്യമായിട്ടാണ് മോന്റെ മുമ്പിലേക്ക് പോകുന്നത്. എങ്കിലും ഒന്നും മനസ്സിൽ വിചാരിക്കാതെ തന്നെ സഫിയ പുറത്തേക്ക് എത്തി. അജ്മൽ, എടാ കുട്ടാ, ഉമ്മ റെഡിയായിട്ടോ, നീ വാ. പുറത്തിറങ്ങി തിരിയുമ്പോഴേക്കും അവൻ ഞെട്ടിയിരുന്നു. ഇതാരാ ഈ കൊച്ചു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നേ? എന്റെ ഈശ്വര, ഉപ്പ ഇത് കണ്ടാൽ ഇപ്പൊ തന്നെ അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങ് കയറിപ്പോരും. ഇത്ര മുഞ്ചത്തിയായിപ്പോയോ? ആ ടീഷർട്ടും അതിനൊപ്പമുള്ള ട്രാക്ക് സ്യൂട്ടും ഷൂസും ധരിച്ച് അരയ്ക്ക് കയ്യും കൊടുത്ത് നിൽക്കുന്ന അവൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. എൻ്റെ ഉമ്മ, ഇന്നലെ തന്നെ ഞാനൊരു 10 വയസ്സ് നിങ്ങൾക്ക് കുറച്ച് വച്ചിരുന്നത് വീണ്ടും ഒരു 5 കുറഞ്ഞു. ഇപ്പോൾ ഒരു 35-കാരിയായി. 35 അല്ല കേട്ടോ, 25-കാരി. എത്ര സുന്ദരിയായിട്ടാണ് ഉള്ളത്. എനിക്ക് വയ്യ. ഇനിയിപ്പോൾ ജിമ്മിൽ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ചെക്കന്മാരൊക്കെ ഈ സുന്ദരിയുടെ പുറകെ ആയിരിക്കില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഈ കളിയാക്കൊന്നും വേണ്ട. എൻ്റെ പ്രായത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉമ്മ ചിരിച്ചു. അപ്പോഴേക്കും അവൻ ഉമ്മയുടെ ചെവിയിൽ വന്ന് പറഞ്ഞു, അല്ലെങ്കിലും പഴകും തോറും വീര്യം കൂടുന്ന ചില പെണ്ണുങ്ങൾക്ക്. ഉമ്മയും അതുപോലെയാ. പ്രായം കൂടിയപ്പോൾ ആ വീര്യവും കൂടി. ഇതും പറഞ്ഞ് അവൻ ചിരിച്ച് മുറിയിലേക്ക് പോയി. ഒരു നിമിഷം സഫി ആലോചിച്ചു, അല്ല ഇപ്പം എന്തിനാവോ അവൻ വന്നത് തന്നോട് ഇങ്ങനെ പറഞ്ഞത്? തൻ്റെ മോൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടിയിരുന്നൊരു വർത്താനല്ലല്ലോ അത്. സഫിയ എന്തിലോ കുരുങ്ങി ആലോചിച്ചുകൊണ്ടിരുന്നു. അവരുടെ മനസ്സിൽ എന്തിൻ്റെ ഒരു വിത്ത് വീണതുപോലെ. അപ്പോഴേക്കും മോൻ പുറത്തേക്ക് എത്തിയിരുന്നു. ബൈക്കിൽ കയറാൻ പറയുമ്പോഴേക്കും സഫിയയുടെ മട്ടുമാറി. ഇതിട്ടുണ്ട് ഞാൻ ഇല്ല മോനെ, ഞാൻ വരുന്നില്ല, ഉമ്മയെ നിർബന്ധിക്കല്ലേ. എൻ്റെ മോൻ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഇവിടെ നിന്ന് ചെയ്തോളാം. അജ്മലാകുന്നത് പറഞ്ഞിട്ടും സഫിയ അനങ്ങിയില്ല. ഒടുവിൽ അവൻ ഉമ്മ ഇല്ലാതെ തന്നെ പോയി. വസ്ത്രമൊക്കെ മാറി സഫിയ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി തുടങ്ങി. അജ്മൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് 5 മണി കഴിഞ്ഞിരുന്നു. ഉമ്മയും മോനും അപ്പോഴേക്കും എക്സസൈസ് ചെയ്യാൻ കയറി. ഉമ്മ അവൻ്റെ മുന്നിൽ രാവിലെ ഇട്ട ആ ടീഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് വന്നു. ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ അവന് മനസ്സിൽ സന്തോഷം അലതല്ലി. തൻ്റെ ഉമ്മ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ ആയിരിക്കുന്നു. മമ്മൂട്ടിയെ പോലെ പ്രായം കുറവിലേക്കുള്ള യാത്ര. അവൻ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ജമ്പിങ് ജാക്സ് പറഞ്ഞത്. ഇങ്ങനെ ചാടിക്കൊണ്ട് കൈകൾ ഇരുവശത്തേക്കും പൊക്കി ഉയർത്തിയുള്ള ആ സാധനം ഉമ്മയ്ക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ചെയ്താൽ പെട്ടെന്ന് ഫാറ്റ് കുറയുമെന്ന് കേട്ടപ്പോൾ സഫിയയ്ക്ക് സന്തോഷമായി.
അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾ ചാടിത്തുള്ളി ഓരോന്ന് ചെയ്തു തുടങ്ങി. ഉമ്മയുടെ ചാട്ടം ആദ്യമായിട്ടാണ് അജ്മൽ അത്ര അടുത്ത് നിന്ന് കാണുന്നത്. ടീഷർട്ടും കൂടെ ആയപ്പോഴത്തേക്കും അവനിൽ പല പല കുലസിത ചിന്തകളും ഉയർന്നുപോയി. അല്പനേരത്തേക്ക് ഒരു കൊച്ചു പെണ്ണ് മറ്റേതോ അപരിചിതയായ പെണ്ണാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവൻ മനസ്സിൽ ഓർത്തു. ആ വേഷവിധാനങ്ങൾ കൊണ്ട് ഉമ്മയാണെന്ന് അവൻ ഒരു നിമിഷം പാടെ മറന്നു. ഉമ്മയുടെ ആ ചാട്ടം കൂടെ ആയപ്പോൾ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളും അവൻ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കാൻ തുടങ്ങി. എന്ത് രസമാണ് കാണാൻ! ഓരോ അനക്കവും കുലുക്കവും ഒക്കെ അവൻ ഒപ്പിയെടുത്തു. ഉമ്മ ചാടുമ്പോഴേക്കും അവൻ ചുറ്റിലും നടന്നു. ആ പിന്നാമ്പുറവും മുൻഭാഗവുമെല്ലാം കണ്ണുകൊണ്ട് കോരി കുടിക്കുന്ന അവസ്ഥയിലെത്തി. ഉമ്മ ഇതൊന്നും അറിയാതെ അവന്റെ മുന്നിൽ നിന്ന് നന്നായി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റു ശ്രദ്ധയിൽ പോയാൽ എണ്ണം തെറ്റും. ഉമ്മ അതുകൊണ്ട് മറ്റൊന്നും കാര്യമാക്കാതെ ചാടിക്കൊണ്ടേയിരുന്നു. അജ്മൽ ആ പിന്നാമ്പുറത്തെത്തിയപ്പോഴാണ് വായ പൊളിച്ചു പോയത്. ഇത്രയും നേരം താൻ മുൻഭാഗമായിരുന്നു സൂപ്പർ എന്നാണ് വിചാരിച്ചിരുന്നത്, ടീഷർട്ട് ആയതുകൊണ്ട്. എന്നാൽ പിന്നിലെത്തിയപ്പോൾ ആ ട്രാക്ക് സ്യൂട്ട് ഉമ്മയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. മുകളിലേക്ക് കൈവെക്കുമ്പോൾ ആ പൊന്തുന്ന ടീഷർട്ടിന് ശേഷം താഴെയുള്ള ട്രാക്ക് സ്യൂട്ടിൽ ആ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അവന്റെ കൺട്രോൾ പോയി. ഈശ്വര, എന്റെ ഉമ്മയല്ലേ ഇത്! ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. അവൻ മനസ്സിനെ പലവട്ടം പറഞ്ഞു കൊടുക്കൂ, പക്ഷെ ശരിയാവുന്നില്ല. വീണ്ടും വീണ്ടും അവന്റെ കണ്ണ് അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നു. ഉമ്മ തനിയെ ചെയ്യില്ലേ, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഇനി അവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് അവന് മനസ്സിലായി. നീ പോയാൽ ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്തു തുടങ്ങി തീരുന്നവരെ നീ ഇവിടെ നിൽക്കണം. നാട്ടുകാരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഉമ്മയ്ക്ക് പറഞ്ഞു തരാനാണോ മടി? ഉമ്മ ഇപ്പോൾ സെന്റിയുടെ പ്ലേറ്റ് എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്റെ പൊന്നെ, ഞാൻ പോകുന്നില്ല. അവിടെ ഇരുന്ന് തിരിഞ്ഞും മറിഞ്ഞും ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം ഉമ്മ സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്തു. അതിനേക്കാളും ആസ്വാദനം അവിടെ മാറിയിരുന്ന സോഫയിലിരുന്ന് ഇതെല്ലാം കാണുന്ന അജ്മലിന് തന്നെ ആയിരുന്നു. എവിടെയൊക്കെ ഒരനക്കവും ചെറിയ രോമാഞ്ചവും ഒക്കെ അവൻ അനുഭവപ്പെട്ടു. കളി കൈവിട്ടു പോകുമോ, കാര്യമാകുമോ എന്നോർത്ത് അവന് ടെൻഷൻ തുടങ്ങി. ഉമ്മയാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മനസ്സിനെ കൺട്രോൾ ആക്കാൻ നോക്കിയിട്ടും പറ്റാത്തതുപോലെ. അയ്യോ എന്തള്ളോ! ഉമ്മ ഏതും പറഞ്ഞ് നിലത്തേക്ക് ഇരുന്നു. എന്ത് പറ്റി അമ്മ? കാലിൽ മസിൽ പിടിച്ച് ഉമ്മ നിലവിളിക്കാൻ തുടങ്ങുന്നത് പോലെ താങ്ങിയെടുത്ത് അവൻ ആ സോഫയിലേക്ക് ഇരുത്തി നിലത്തിരുന്ന് കാലിൽ ഒഴിഞ്ഞു കൊടുത്തു. ഉമ്മ പതിയെ ലൂസാക്കിയിട്, കാല് ലൂസാക്കിയിട്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കാലും മടിയിൽ വെച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ തിരുമുമ്പോഴേക്കും കമിഴ്ന്ന് കിടന്ന് ഉമ്മ തിരുമാൻ നോക്കുമ്പോഴേക്കും കഴിയുന്നില്ല. അവിടെ ഇരിക്ക്, ഞാൻ ചെയ്തു തരാം. അവനുമ്മയുടെ ആ കാല് പിടിച്ച് ഓരോ വിരലിൽ ഞെട്ടുപൊട്ടിച്ചുമൊക്കെ നന്നായി ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ക്യൂടെക്സ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന കാല്. ആ വെളുത്തു തൊടുത്ത കാൽവണ്ണയ്ക്ക് എന്ത് വണ്ണമാണ്! നല്ല കൊഴുപ്പുണ്ട്. ചെറിയ ചെറിയ രോമം താഴെ മുകളിലേക്ക് രോമത്തിന്റെ തിക്നെസ് കൂടുന്നു. ഉമ്മയുടെ പാൻറിന്റെ താഴെ ഭാഗത്ത് നിന്ന് അവൻ മുകളിലേക്ക് അല്പം കയറ്റി വെച്ചു. ഇപ്പോൾ ആ രോമമുള്ള കാല് നന്നായി കാണാം. അവൻ കൊതിയോടെ അതിൽ തഴുകി. നല്ല തണുത്തിരിക്കുന്നു കാല്. എന്നാൽ കാലിന്റെ മുകൾ ഭാഗത്തോ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. അവൻ പതിയെ ഒഴിഞ്ഞിൽ നിന്ന് ഓരോന്നാലോചിച്ച് ശ്രദ്ധ തെറ്റിപ്പോയി. ഉമ്മ അപ്പോഴേക്കും തലയ്ക്ക് കിഴുക്കി. എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാനേ കുറച്ച് ഞൊട്ട പൊട്ടിച്ചു തരാം. ഉമ്മയുടെ കാലിൽ നിന്ന് ഞൊട്ട പൊട്ടിക്കുമ്പോഴേക്കും പുള്ളിക്കാരി മറ്റൊരു രീതിയിലാണ് നിലവിളി ശബ്ദം ഉണ്ടാക്കി തുടങ്ങിയത്. ഉമ്മയിൽ നിന്നെന്താണ് ഇങ്ങനെയൊരു ശബ്ദം? അവനറിയാതെ ആലോചിച്ചു പോയി. ചിലപ്പോൾ കാലിലിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവും. അവൻ ഓർത്തു, ഉമ്മയ്ക്ക് ഞാൻ നല്ല രീതിയിൽ കാലൊഴിഞ്ഞു തരട്ടെ. ഉമ്മ ഈ പാൻറ് മുകളിലേക്ക് കയറ്റി വയ്ക്കേ. അപ്പോഴേക്കും സഫിയയ്ക്ക് ഒരു നാണം പോലെ. അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. എങ്ങനെയാന്ന് പറഞ്ഞു തന്നാ മതി. ഉമ്മയ്ക്കറിയാവോ, ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിലേ തെറ്റായി ചെയ്താല് അപകടം ഉണ്ടാവാ. നടക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോഴേക്ക് സഫിയയ്ക്ക് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. വേദനയാണെങ്കിൽ സഹിക്കുന്നുമില്ല. അവൾ ഇങ്ങനെ ഓരോ രീതിയിൽ എവിടെയാണ് വേദന എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അജ്മൽ മനസ്സിൽ ആലോചിച്ചു. എന്നിട്ട് ഏതാണ്ട് സെറ്റ് ചെയ്ത് അവൻ കാലുകൾ രണ്ടും മടിയിൽ വെച്ച് ഒഴിഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും അവന്റെ മടിയിൽ വെച്ചിരുന്ന സഫിയയുടെ കാല് സംഗമസ്ഥാനത്തെത്തിയിരുന്നു. ഉമ്മയുടെ കാല് അവിടെ അമരുമ്പോഴേക്കും അവന് വീണ്ടും ഒരനക്കം ശരീരം മുഴുവനും. ഈശ്വര, എന്താണ് സംഭവിക്കുന്നത്? ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുമോ? അവന് ടെൻഷനായി. എന്നാൽ സംഗമസ്ഥാനത്തുള്ള ആൾ കുസൃതി കാണിച്ചു തുടങ്ങിയിരുന്നു. ഉമ്മയ്ക്ക് കാലിന്റെ വെള്ളയിൽ നിന്ന് വേഗം അനക്കം കിട്ടി.
എന്നാൽ അവൻ്റെ കൈയിൻ്റെ ഉഴിച്ചിലിൽ അവർക്കത് കുറച്ചുകൂടെ രസമുള്ളതായിട്ടാണ് തോന്നിയത്. തൻ്റെ മോൻ അപ്പോൾ ചെറിയ കുട്ടിയിൽ നിന്ന് വലുതായത് എല്ലാ കാര്യത്തിലുമാണ്. ഉപ്പയ്ക്കിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഉമ്മയുടെ എല്ലാ ആഗ്രഹവും ഇവൻ തീർത്തു തരും. ഒരു നിമിഷം മനസ്സിൽ അരുതാത്ത ചിന്ത വന്നപ്പോഴേക്കും സഫിയ ഞെട്ടിപ്പോയി. മകനെ പറ്റി ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, ഇതൊക്കെ മോശമാണ്. അപ്പോഴേക്കും അവൻ്റെ കൈകൾ സഫിയയുടെ മുട്ടുകാലിന് താഴെയായി അമർന്നിരുന്നു. അവിടെ വെച്ച് അവൻ്റെ വിരലുകൾ ഇങ്ങനെ ഓടുമ്പോഴേക്കും അവരുടെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ പട്ടം പോലെ പറന്നു കൊടുക്കാൻ തുടങ്ങി. ഓരോ തവണ ഒഴിയുമ്പോഴും സഫിയ അത് ആസ്വദിച്ചു. ഉമ്മ, ഇപ്പൊ വേദന കുറവുണ്ടോ? അവൻ ചോദിച്ചു. ഉണ്ട് മോനെ, ഇപ്പൊ കുറവുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇനിയും വേണമെന്ന് തോന്നുന്നു. ഇല്ല, ഇടത്തെ കാലിന് കുറച്ചുകൂടി ഉണ്ട്, നീ ഒന്ന് ഒഴിയോ? ഉമ്മയുടെ മുഖത്തെ കള്ളത്തരം അവന് വായിച്ചെടുക്കാൻ പാകത്തിനായിരുന്നു. ചിരിച്ചുകൊണ്ട് അജ്മൽ ഉമ്മയുടെ ഇടത്തേക്കാൽ വീണ്ടും ഒഴിഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും ആ വലത്തേക്കാലിന്റെ വെള്ള വെച്ച് സഫിയ അവന്റെ കാലിന് മുകളിലായി വീണ്ടും വീണ്ടും അമർത്തിക്കൊണ്ടേയിരുന്നു. ചമ്മരം പടഞ്ഞിരിക്കുന്ന അവന് അത് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. ഉമ്മയാണ് എന്ന ചിന്തയാണ് അവന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴോ അനുസരണക്കേട് കാണിച്ച് ഓരോരുത്തർ തലവെക്കുന്നു. ഷോ, ഇതിപ്പോ എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഒഴിച്ചിൽ മതി തൽക്കാലം ഇന്നത്തേക്ക്. ചൂടുവെള്ളത്തിലും വന്ന് കുളിച്ചോ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. അതും പറഞ്ഞ് ഒരു കണക്കിന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. മകന്റെ ആ വീർപ്പുമുട്ടലും മുറിയിലേക്ക് ഓടിയുള്ള തള്ളിപ്പോക്കും കണ്ടപ്പോൾ ഉമ്മയ്ക്ക് മനസ്സിൽ ചിരി പൊട്ടി. ഇവനാള് കൊള്ളാലോ, കള്ളൻ. സഫിയ മനസ്സിലോർത്തു. അന്ന് രാത്രി കിടക്കുമ്പോഴൊക്കെ സഫിയയ്ക്ക് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അജ്മലിന്റെ മുഖവും അവന്റെ പുഞ്ചിരിയും ജിമ്മിൽ വെച്ച് കണ്ട അവന്റെ ആ മസിൽ ബോഡിയും അവരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അവനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നത് പോലെ. സ്വന്തം കുഞ്ഞാണ്, താൻ പ്രസവിച്ച മോനാണ് എന്നൊക്കെ ആലോചിക്കുമ്പോഴും അവർക്കിപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ത്രില്ലുമാണ് തോന്നുന്നത്. എന്താണ് തന്റെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അജ്മലിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഉമ്മയുടെ ആ രോമങ്ങളുള്ള കാലുകൾ അവന്റെ കണ്ണിൽ നിന്നും മായാത്തതുപോലെ. കാലുകൾ ഇത്ര ഭംഗിയാണെങ്കിൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? അവന് മുഴുവനും കാണാൻ തിടുക്കമായതുപോലെ. ഉമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ ദേഹം മുഴുവൻ രക്തോട്ടം കൂടുന്നു. വല്ലാത്തൊരു പരവേശവും വെപ്രാളവും. എങ്ങനെയെങ്കിലും കാര്യത്തിലേക്ക് കടന്നാൽ മതിയെന്ന അവസ്ഥയായിപ്പോയി അവനിപ്പോൾ. ഉമ്മയുടെ പേരിൽ ഒരു പൂത്തിരി പൊട്ടിച്ചാണ് അവൻ അന്ന് കിടന്നത്. ഇത്രയും സുഖം ഇതുവരെ കിട്ടിയിട്ടില്ല, അവൻ മനസ്സിലോർത്തു. അടുത്ത ദിവസം ഉമ്മയെ എക്സസൈസ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശരീരമാസകലം വേദനയായിരുന്നു. എന്തായാലും ജിമ്മിൽ പോയവർക്ക് മനസ്സിലാകുമല്ലോ, 1-2 ദിവസം എക്സസൈസ് തുടങ്ങിയാൽ നമുക്ക് ശക്തമായ വേദനയാവും. ദേഹമൊക്കെ നീര് വീഴും. കാലുകൾക്കും കൈകൾക്കും ഷോൾഡറിനും എല്ലാം വേദനയായിരിക്കും. ആ അവസ്ഥയിലാണിപ്പോൾ സഫിയ ഉണ്ടായിരുന്നത്. മോൻ നല്ലപോലെ ഒഴിഞ്ഞു തന്നാൽ ചിലപ്പോൾ വേദന മാറും. ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് സഫിയ പറഞ്ഞു. ലോട്ടറി അടിച്ചതുപോലെ ആയിരുന്നു നമ്മുടെ അജ്മലിന്റെ അവസ്ഥയും. ഞാൻ ഒഴിഞ്ഞു തരാം ഉമ്മ, പക്ഷേ നിലവിളിച്ച് ഒച്ചയൊന്നും ഉണ്ടാക്കരുത്. പതുക്കെ ഒരു താളത്തിൽ ചെയ്താലേ ഇതൊക്കെ ശരിയാവുകയുള്ളൂ. എന്നാൽ ശരി. അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുള്ള രീതിയിലാണ് ഇപ്പോൾ രണ്ടുപേരും പെരുമാറുന്നത്. അജ്മലിന് അത് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കി. ഉമ്മ അവനോട് തറയിൽ തന്നെ താൻ കിടക്കാമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവനും. പതിയെ പതിയെ വസ്ത്രത്തിന് പുറമെ കൂടെ മസാജ് തുടങ്ങി. ഒടുവിൽ അത് ഓരോരോ കഷ്ണങ്ങളായി മാറ്റിവെക്കുന്നത് പോലെയായി. പിന്നീട് കയ്യിൽ അല്പം എണ്ണയും കൂടെ തടവിയാണ് അവൻ ഒഴിച്ചിൽ തുടങ്ങിയത്. അതിൽ നിന്ന് സഫിയയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ റിയാക്ഷനും ശബ്ദവുമൊക്കെ അവൾക്ക് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിൽ അജ്മലിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരുന്നു. അവനതുപോലെ ഉമ്മയ്ക്ക് കൂടുതൽ സുഖം കിട്ടുന്നിടത്ത് കൂടുതലും കുറവ് കിട്ടുന്നിടത്ത് കുറവുമായി ഒഴിച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ഒഴിച്ചിൽ ചെന്ന് എവിടെ നിന്നുവെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതെ, ആ ഉമ്മയോടുള്ള എല്ലാ ആഗ്രഹങ്ങളും കൊതിയും ആ മോൻ അന്ന് തീർത്തു. ഉമ്മയാവട്ടെ അവന്റെ ഉപ്പ പറഞ്ഞതുപോലെ എല്ലാത്തിനും പകരമായി ഒരു ഓൾറൗണ്ടറായി തന്നെ മോനിവിടെ ഉണ്ടെന്നുള്ളത് ഉമ്മ തെളിയിച്ചു. ഉപ്പയില്ലാത്ത കുറവ് കൂടി അവനിപ്പോ ഉമ്മയ്ക്ക് നിവർത്തി കൊടുക്കുന്നുണ്ട്. അജ്മലിന്റെ അടുത്ത് വല്ലാത്ത കൊതിയും ഭ്രാന്തുമാണ് ഇപ്പോൾ സഫിയയ്ക്ക്. ഉമ്മയെന്ന് വെച്ചാൽ അവനും ജീവനാണ്. ഓരോ ഇഞ്ചും രണ്ടുപേർക്കും ഇപ്പോൾ പരസ്പരം കാണാപ്പാടമാണ്.
ഉമ്മയുടെ ദേഹത്തെ ഓരോ പുള്ളിമർഗും എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അവനിപ്പോൾ കറക്റ്റായി എണ്ണിപ്പറയും. അതായി അവസ്ഥ. ഉമ്മയുടെ ആ തുടുപ്പും കൊഴുപ്പും ഇപ്പോൾ കളയണ്ടെന്നാണ് അവന്റെ പക്ഷം. വർക്കൗട്ട് ചെയ്താൽ ഈ ഭംഗി പോവുമത്രേ. ഉമ്മ എപ്പോഴും ഇങ്ങനെ ഈ തുടുത്തിരിക്കുന്നതാണ് തനിക്കിഷ്ടം. ഉമ്മയ്ക്കും അവന്റെ ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഈ കൊഴുപ്പും തൊടുപ്പുമുള്ളതല്ലേ തൻ്റെ മുഖനിഷ്ടം, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ രണ്ടാളും ഒന്നിച്ചൊരു മുറിയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. ഉറക്കമെന്ന് പറയാനില്ല കേട്ടോ, ഉറക്കം വളരെ കുറവാണ്, മറ്റു പലതുമാണ് അധികം. അജ്മലിനെയും അവൻ്റെ ഉമ്മയുടെയും കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ ഫുൾ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാം എക്സ്ക്ലൂസീവ് ചാനലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ബൈ ബൈ ഡിയേഴ്സ്.